ഒരുപാട് സവിശേഷതകളുള്ള ഒരു ജീവിയാണ് നമ്മുടെ പൂച്ച അല്ലേ. നമ്മളിൽ പലരും പൂച്ച വീട്ടിൽ പെറ്റായിട്ട് വളർത്തുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ തന്നെ അറിയാത്ത പൂച്ചകളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പൂച്ചകൾ ഒരിക്കലും ക്ഷമിക്കാത്ത 10 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ അവസാനം പറയുന്ന 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശാപമായി മാറാനിടയുള്ള കാര്യങ്ങളാണ്. അതിൽ 10ാമത്തെ കാര്യം, ഉറങ്ങിക്കിടക്കുന്ന പൂച്ചകളെ നമ്മൾ ഉണർത്തുന്നതാണ്. അവർ ഡീപ്പായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവർ ഉറങ്ങുന്ന ഷീറ്റ് വലിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അവരുടെ ഉറക്കം നശിപ്പിക്കുകയോ ചെയ്താൽ അതിനൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് പൂച്ചകളുടെ നഖം വെട്ടുന്നതാണ്. പൂച്ചകൾക്ക് നഖം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അതിന് എവിടെയെങ്കിലും പിടിച്ച് കയറാനും അല്ലെങ്കിൽ എതിരാളികളെ അറ്റാക്ക് ചെയ്യാനും എല്ലാത്തിനും നഖം കൂടിയേ തീരും. അതതിൻ്റെ സേഫ്റ്റിയും വിലപിടുത്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും അത് ക്ഷമിക്കാൻ പോകുന്നില്ല. 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. അത് വിശന്ന് വലഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുമ്പോൾ അതിന് ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ള കാര്യം, അതിനൊരിക്കലും അത് ക്ഷമിക്കാൻ പറ്റില്ല. കാരണം അതിന് തീറ്റ എടുത്ത് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളോട് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് പൂച്ചകൾ ഇരപിടിച്ച് അല്ലെങ്കിൽ ഭക്ഷണം തേടിപ്പിടിച്ച് കഴിക്കുന്ന പൂച്ചകളാണ്. പക്ഷേ നമ്മൾ പെറ്റായിട്ട് വളർത്തുമ്പോൾ അതിന് നമ്മൾ സമയത്തിന് കൃത്യമായിട്ട് ഭക്ഷണം കൊടുത്തിരിക്കണം. നമ്മൾ പെറ്റാക്കി ഒരുപാട് സ്നേഹിച്ച് ആളുകളുടെ കൂടെയൊക്കെ കിടത്തിയിട്ടും തട്ടിയിട്ടും കളിച്ചിട്ടും നടക്കുന്ന പൂച്ചകളെ നമ്മൾ തനിച്ചാക്കിയിട്ട് പോകുന്ന സാഹചര്യം അതൊരിക്കലും ആ പൂച്ചകൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ കൂട്ടാളികളെന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്, വീട്ടിൽ വളർത്തുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ആ പൂച്ചയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന സാഹചര്യം അതിനൊരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതായിരിക്കും. 6ാമതായി വരുന്ന കാര്യം, അതിന് ദേഹത്തേക്ക് വെള്ളം അനാവശ്യമായിട്ട് ഒഴിക്കുന്നതാണ്. ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് പൂച്ചയുടെ മേത്തേക്ക് വെള്ളം ഒടിച്ചു വിടുന്നതും അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കുസൃതി കാണിക്കുന്ന കുട്ടികളൊക്കെ. അപ്പോൾ അത് ഒരിക്കലും അതിന് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമല്ല. പൂച്ചകൾക്ക് പൊതുവേ വെള്ളത്തിനോട് അലർജിയാണ്. അത് വെള്ളം നനയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ജീവിയല്ല. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ക്ഷമിക്കില്ല. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് പൂച്ചകൾ സ്ഥിരമായി വിശ്രമിക്കുന്നതോ കിടക്കുന്നതോ അല്ലെങ്കിൽ ഇരിക്കുന്നതോ ആയ ചില പ്ലേസുകളുണ്ടാവും. ആ പ്ലേസുകൾ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ അല്ലെങ്കിൽ അതിനനുവദിക്കാതെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. അതിന് കാരണം നമ്മളെ അവഗണിക്കുന്നു എന്നുള്ള തോന്നലാണ്. നമുക്ക് വേണ്ട സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള വിഷമമൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും അതിനൊരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത വലിയൊരു സങ്കടമായി തീരുകയും ചെയ്യുന്നു. ഈ 4ാമത്തെ കാര്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പെറ്റായിട്ട് പൂച്ചയെ വളർത്തുന്ന ആളുകൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലത്തല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാടകയ്ക്കാണെങ്കിലോ അല്ലെങ്കിൽ സർക്കാർ ജോലിയിലുള്ള ആൾക്കാർ ക്വാർട്ടേഴ്സിലേക്കോ അങ്ങനെയൊക്കെ മാറി മാറി താമസിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ അത്തരക്കാർ ഈ പെറ്റായിട്ടുള്ള പൂച്ചകളെ കൊണ്ടുപോയിട്ട് പുതിയ വീട്ടിലെത്തുമ്പോൾ അതിനെ വേണ്ടത്ര ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ അതിന് വലിയ വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു കാര്യം മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവിയായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അതിനൊരു അവഗണന ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ പ്രൊട്ടക്ഷൻ തന്നെ അതിന് പേടി തോന്നുന്നൊരു സാഹചര്യമായിരിക്കും പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ. അപ്പോൾ അതിന് ഭയപ്പാടോടുകൂടി മാത്രമേ ജീവിക്കാൻ കഴിയൂ അവിടെ. അപ്പോൾ അത്തരമൊരു മാനസിക വിഷമത്തിലേക്ക് അതിന് തള്ളിവിടാതെ ആ പുതിയ വീട്ടിലേക്ക് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ജീവികളെ പരിഗണിക്കാൻ. 3ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനോട് കാണിക്കുന്ന വയലൻസ്. അതിനെ ഉപദ്രവിക്കുക, തല്ലുക, അമ്മാതിരി ചെയ്തികൾ ചെയ്യുക, അതിനെ തിളച്ച വെള്ളം അതിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുക തുടങ്ങിയ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ മുറിവേറ്റ പൂച്ചകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എത്ര ഭയാനകവും ക്രൂരമായിട്ടാണ് അതിനെ എങ്ങനെ മുറിവേൽപ്പിച്ച് വിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഒരിക്കലും ആ പൂച്ചകൾ ക്ഷമിക്കാനും പോകുന്നില്ല. നിങ്ങളുടെ ജീവിതം മുഴുവൻ അത് ചെയ്തവരോടുള്ള അതിൻ്റെ പക നിലനിൽക്കുകയും അതൊരു ശാപക്കേടായിട്ട് തന്നെ അവരുടെ ജീവിതത്തിൽ പിന്തുടരുകയും ചെയ്യും എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. 2ാമത് വരുന്ന അതിപ്രധാനമായിട്ടുള്ളൊരു വിഷയം,
ആ പെറ്റ് ആയിട്ടുള്ള പൂച്ചകളെ കൊല്ലുക എന്നുള്ളതാണ്. മനഃപൂർവ്വം കൊല്ലുക, തല്ലിക്കൊല്ലുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊല്ലുക, അല്ലെങ്കിൽ വണ്ടി കയറ്റിയിട്ട് മനഃപൂർവ്വം കൊല്ലുക, അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളോട് അത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടത് കരുതുകയും അത് അവരുടെ ജീവിതകാലത്ത് മുഴുവൻ ഇതുപോലെ തന്നെ ശാപക്കേടായിട്ട് അവർ സമാധാനത്തിൽ അല്ലെങ്കിൽ അവരുടെ സമാധാനക്കേടിന് കാരണമാകുന്ന പല കാര്യങ്ങളും അതുമൂലം സംഭവിക്കാൻ ഇടവരുകയും ചെയ്യും എന്നുള്ളതാണ് പൂച്ചയെ കൊല്ലുന്നവരുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പൂച്ചയെ പെറ്റായിട്ട് വളർത്തുന്ന പൂച്ചകൾ, പ്രത്യേകിച്ച് മനുഷ്യന്മാരുമായിട്ട് സഹവസിച്ച് പോകുന്ന പെറ്റായിട്ട് വളർത്തുന്ന പൂച്ചകളെ ആരെങ്കിലും ഇങ്ങനെ കൊല്ലേണ്ടി വരുന്ന സാഹചര്യങ്ങൾ തീർച്ചയായും അവരുടെ ജീവിതത്തെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കും എന്നറിയാം. ഒന്നാമത്തെ കാര്യം, പൂച്ചകളെ കൊന്ന് തിന്നാൻ വേണ്ടി പൂച്ചകളെ, പെറ്റായി വളർത്തുന്ന പൂച്ചകളെ കൊന്ന് കറി വെച്ച് കഴിക്കുന്ന ആളുകൾ നമ്മൾ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. അത്തരം ദുഷ്ടതരം ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടാൻ പോകുന്നില്ല. അവർ ഈ പൂച്ചയെ കൊന്നതിൻ്റെ പേരിൽ ആ പൂച്ചയുടെ ശാപം അത് ജീവിതകാലം മുഴുവൻ അവരെ പിന്തുടരുകയും അവരുടെ ജീവിതത്തിന് തന്നെ അത് ഒരു ഭീഷണിയായി തീർന്നൊരു ശാപമായി മാറുകയും ചെയ്യും എന്നുള്ളത് ഇത്തരം മാനസികാവസ്ഥയുള്ള ആളുകൾ തിരിച്ചറിയണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പൂച്ചയെക്കുറിച്ച് പൂച്ചകൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പൂച്ചകളെ വളർത്തുമ്പോൾ, വീട്ടിൽ നമ്മൾ കയറ്റി വളർത്തുമ്പോൾ അതിന് വേണ്ട പരിഗണനയും സ്നേഹവും ലാളനയും എല്ലാം കൊടുക്കുക. അത് മനുഷ്യനോട് ചേർന്ന് ജീവിക്കുന്ന കരുതലും സ്പർശവും എല്ലാം ഒരു കുട്ടികളെ പോലെ, നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കേണ്ടുന്നൊരു ജീവി തന്നെയാണ് പൂച്ചക്കുട്ടികൾ. അപ്പോൾ അതിനെ വേണ്ട സ്നേഹത്തോടെ തന്നെ വളർത്തുക. അത് നിങ്ങളോടും തിരിച്ചും ആ സ്നേഹം തന്നെയാണ് കാണിക്കുന്നതെന്ന് തിരിച്ചറിയുക. ഓക്കെ, നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.